ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് പഫ്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മളില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ല പഫ് പേസ്ട്രിയില്ലേ, അതുപോലെ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു 3 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അതിനനുസരിച്ച് മൈദയും കൂടുതൽ ഇടേണ്ടി വരും. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ എപ്പോഴും പഫ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് റൗണ്ടിൽ ചെറിയ ബോൾസാക്കി എടുത്ത് പരത്തി എന്നിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡായി കൊടുത്തിട്ട് വീണ്ടും മടക്കിയിട്ട് പരത്തി അങ്ങനെയല്ല ആക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ അങ്ങ് പരത്താമെന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ മാവ് ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡായി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ പഫ് പേസ്ട്രി വാങ്ങില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും ഒന്ന് പരത്തി കൊടുക്കുക. ഷേപ്പ് ഒന്നും തന്നെ പ്രശ്നമില്ല. എന്നിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ആയി കൊടുക്കുന്നത് ഡാൽഡയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ആയി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡാൽഡ കയ്യിലുണ്ട് അതായി കൊടുക്കുന്നുണ്ട്. ബാക്കി ഓയിൽ തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ഡാൽഡ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് മൈദാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോക്സ് ടൈപ്പാണ് ആക്കുന്നത്. എന്നിട്ട് ആ ഒരു സൈഡിലും കുറച്ച് ഡാൽഡ ആയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൈദ തൂവുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അതൊരു സ്ക്വയർ ആവുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കില്ലേ ഇത് കാണുമ്പോൾ കുറച്ച് പണിയായിട്ട് തോന്നുമെങ്കിലേ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങനെ റെഡിയാക്കുന്ന ടൈമിൽ. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരേ രീതിയിലല്ലേ പഫ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് പോലെ ഇതൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേ രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ടില്ലേ നമുക്ക് ഒരു സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് പഫ് പേസ്ട്രി വാങ്ങുന്ന ടൈമിൽ ഭയങ്കര റേറ്റാണ്, എന്നാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ച് ഡാൽഡായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൈദ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ വീണ്ടും ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡാൽഡ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓയിലാണ് ഇട്ടാക്കി കൊടുത്തിട്ടുണ്ടായേ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കുക. എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ മൈദ തൂവി കൊടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എടുത്ത് പരത്തി അങ്ങ് യൂസ് ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാം. അത്രയും ലെയറുള്ള പഫ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 4 സവാള ഒന്ന് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ എത്രത്തോളം പറ്റുമോ അത്രയും തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കടിക്കുന്ന ടൈമിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകേനു, അതുകൊണ്ടാണ് ഒന്നിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും മസാല മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു രീതിയിൽ വഴറ്റി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിനി, കണ്ടിന്യൂസ്ലി ഇളക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഫ്ലെയിം അവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ മാവ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നല്ല സ്ക്വയറായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടല്ല കേട്ടോ, എന്നാൽ ഒത്തിരി തിക്നെസ്സിലല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് മൈദ വേറി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലല്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ കുറച്ച് പണിയാണ് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന ടൈമിൽ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടായേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ 12 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് പരത്തി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ ഒരു പഫ് പേസ്ട്രീൻ്റെ ആ ഒരു ലെവലിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അതിനിടയ്ക്ക് ഒരു കുഞ്ഞി കൈ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇനിയിപ്പോൾ മസാലയൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതിന് 3 കട്ട് ചെയ്തിട്ട് അതിലൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടേനെ 3 കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായേ. ഇനിയിപ്പോൾ എല്ലാത്തിലും കുറച്ച് കുറച്ചായിട്ട് മസാല ഇട്ട് കൊടുത്ത് പിന്നെ മുട്ട പുഴുങ്ങിയത് വെച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം 4 മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാല വെച്ച് കൊടുക്കണ്ട, അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ടേസ്റ്റി ആയിരിക്കില്ല. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് മതി കിട്ടുക, ഒത്തിരി വെച്ചാലും നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമായിരിക്കും കിട്ടുക. നമ്മളില്ലേ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇല്ലേ ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്തില്ലേ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാ പഫ് പേസ്ട്രിയും ഒരുമിച്ച് തന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഫ്സൊക്കെ മടക്കിയെടുക്കില്ലേ, അതേപോലെ തന്നെ 4 സൈഡിൽ നിന്നും ഒന്നുള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനില്ലേ ഇത് അവനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് കുറേ നേരം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി എന്തിനേനും ഞാൻ ഓവനിൽ ചെയ്തിട്ടുണ്ടായേ. ഇത് ഓയിൽ ഡീപ് ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അപ്പം നിങ്ങൾക്ക് ഓയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുന്ന സമയത്തിൽ
ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ നല്ലപോലെ കുറച്ച് കൊടുത്തിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതുകൂടി ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ആ ഒരു ഗോൾഡൻ കളറില്ലേ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഡീപ് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതാ അവലിൽ 200 ഡിഗ്രിയിൽ 22 മിനിറ്റാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആദ്യം 180 ഡിഗ്രിയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് 200 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. എന്നിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ ചൂടോടെ തന്നെ എടുത്ത് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. എന്നാലും അത് ഞാൻ ആ ചൂടോടെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ആ ഒരു ധൃതി കൊണ്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ അവലിൽ മാത്രമല്ല എയർ ഫെയറിലും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് എങ്ങനെയാണ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ അവലിൽ വെച്ചത് ഇതേപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എയർ ഫെയറിൽ വെച്ചതും അതേപോലെ തന്നെ 200 ഡിഗ്രിയിലേനു വെച്ചിട്ടുണ്ടായത്. അപ്പം അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.